ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി മാങ്ങ ഇട്ടിട്ട് മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫോളോ ചെയ്യാം. ആദ്യം തന്നെ 1 കിലോ മത്തി നല്ലോണം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ ഒരു 1/4 കിലോ, പിന്നെ കരിവേപ്പില കുറച്ച്, പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും, പച്ചമുളക് ചതച്ചതും, ഇഞ്ചി ചതച്ചതും, നല്ല മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ ചെറുള്ളിയെല്ലാം മീനിനകത്തിടുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഇത്രയും മീനിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ മീനിൻ്റെ മേലെ ഒന്ന് പരട്ടി കൊടുക്കണം. അപ്പോൾ ആ കട്ട പിടിച്ചിട്ടുള്ള മുളക് പൊടിയെല്ലാം കൈ കൊണ്ടൊക്കെ ഉടച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ മീനും മസാലയും മുളക് പൊടിയൊക്കെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട മാങ്ങ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തിട്ട് നല്ല രീതിയിലൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കണം. ഞങ്ങളുടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതൊക്കെ കയ്യിൽ കംഫർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടിയൊന്ന് എടുത്ത് ഇളക്കി മറിച്ചിട്ടാലും മതി. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, ഇതെല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ, അപ്പം കൈ മേലത്തെ അതെല്ലാം അതിനകത്ത് പോകണത്ര വെള്ളം ഒഴിക്കുക. ചട്ടിക്ക് ലെവലായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് അതിനകത്ത് കയറ്റാം. ഇപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കഴിഞ്ഞ് അടുപ്പ് കത്തിക്കാം. നല്ല ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മത്തി മാങ്ങ ഇട്ടിട്ടുള്ള കറി റെഡിയാവും. ഇപ്പോൾ ഇത് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ചീനച്ചട്ടി എടുക്കുക. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ അത് ബ്രൗണായി വരുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് മരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിക്കകത്ത് ഒഴിച്ച് കറി സെറ്റാക്കാം. അപ്പോൾ നമുക്ക് കാണാം, ഈ രീതിയിലൊന്ന് ബ്രൗൺ ആവണം. ബ്രൗണായി വരുന്ന സമയത്ത് നമുക്ക് ഫ്രഷായിട്ടുള്ള കരിവേപ്പില അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ കരിവേപ്പിലയും കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്ക് മീൻ കറിക്കകത്ത് താളിക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഈ താളിച്ച് വെച്ചിട്ടുള്ള സവോളയെല്ലാം അതിനകത്തിട്ട് റെഡിയാക്കാം. അപ്പോൾ നല്ല രുചികരമായ മത്തിക്കറി, മാങ്ങ ഇട്ട് വെച്ച മത്തിക്കറി റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.